നീ ഇങ്ങനെ കൊട്ടയും പിടിക്കാനൊക്കെ ഈ കണക്കും പറഞ്ഞു വിട്ടുന്നത് എങ്ങനെ ശരിയാവുമെന്നാണ് നീ പറയുന്നത്? എന്തോന്ന്? പോസ്റ്റ് ഓഫീസ്. അവിടെ എന്തോ? ഞാൻ അന്ന് പറഞ്ഞില്ലേ നമ്മുടെ മോക്കൊരു ഡെപ്പോസിറ്റ് സ്കീമിന്റെ കാര്യം അന്വേഷിക്കണമെന്ന്. 5 വയസ്സായി. അവളുടെ പേരിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങണ്ടേ? അവൾ ജനിച്ചപ്പം മുതൽ ഞാൻ പറയുന്ന ഇന്നിപ്പോ പോയിട്ട് വരാം. ഈ പറയുന്നതാണ് പോയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. നമുക്ക് പോയി നോക്കാം, ചോദിച്ചു നോക്കാം. ശരി. ശരി, നമസ്കാരം. വരൂ, ഇരിക്കും. മാഡം, ഞങ്ങളുടെ മോൾക്ക് 5 വയസ്സായി. അപ്പോൾ അവളുടെ ഫ്യൂച്ചറിനെ പറ്റിയ നല്ല സ്കീംസ് എന്തെങ്കിലും ഉണ്ടോ? 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾക്ക് പറ്റിയ തപാൽ വകുപ്പിന്റെ ഏറ്റവും നല്ല സ്കീമാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. പക്ഷേ മാഡം, ഈ പോസ്റ്റ് ഓഫീസിൽ പലിശയൊക്കെ കുറവല്ലേ? ഇല്ല സാർ, ആര് പറഞ്ഞു? 8.2% സുകന്യ സമൃദ്ധിയുടെ നിലവിലെ പലിശ നിരക്ക്. അതേപോലെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകുന്ന ഏറ്റവും സുരക്ഷിതമായ സ്കീമുകളിൽ ഒന്നാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. പക്ഷേ മാഡം, ഒരു പോസ്റ്റ് ഓഫീസിൽ തുടങ്ങുന്ന അക്കൗണ്ട് വേറെ പോസ്റ്റ് ഓഫീസിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും? തീർച്ചയായും. ഇന്ത്യയിലെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് നമുക്ക് പണം നിക്ഷേപിക്കാൻ കഴിയും. അപ്പോഴും പോസ്റ്റ് ഓഫീസിൽ തന്നെ വരണ്ടേ? ഓൺലൈൻ സൗകര്യമൊന്നും ഇല്ലല്ലോ. അത് പണ്ടായിരുന്നു സാർ. ഇപ്പോൾ ഓൺലൈൻ സൗകര്യം ലഭ്യമാണ്. അതേപോലെ തന്നെ ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയും നിക്ഷേപം നടത്താം. മാഡം, ഇതിൽ നമുക്ക് മാക്സിമം എത്ര എമൗണ്ട് വരെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും? ഒരു സാമ്പത്തിക വർഷം നമുക്ക് 250 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് SSC അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പറ്റുന്നത്. ഇതിൽ ഇപ്പോൾ ടാക്സ് ബെനിഫിറ്റ് ഉണ്ടോ? അടയ്ക്കുന്ന എമൗണ്ട് ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. മാഡം, ഒരു സംശയം കൂടെ. ഞാനിപ്പോ മാസം ഒരു 1000 രൂപ വെച്ചിടുവാണെങ്കിൽ മെച്യൂരിറ്റി എത്ര രൂപ വരും? പറയാം സർ. ഇതാണ് നമ്മുടെ ബ്രോഷർ വരുന്നത്. ഇതിൽ SSA 1000 രൂപ വെച്ചിട്ട് 12 മാസം, അങ്ങനെ 15 വർഷം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന ആകെ തുക എന്ന് പറയുന്നത് 1,80,000 രൂപയായിരിക്കും. പക്ഷെ കാലാവധി എത്തുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5,54,612 രൂപയാണ്. അതായത് ഇൻട്രസ്റ്റ് ഇനത്തിൽ നമുക്ക് കിട്ടുന്നത് 3,74,612 രൂപയായിരിക്കും. മാഡം, നമ്മളപ്പോ ഈ 1000 രൂപ വെച്ച് തന്നെ എല്ലാ മാസവും ഇടണം നിർബന്ധമാണോ? അങ്ങനെയില്ല, നമ്മുടെ കയ്യിലുള്ളതുപോലെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കി അടയ്ക്കാൻ പറ്റും. ഈ മോളുടെ പഠനാവശ്യത്തിനൊക്കെ ആയിട്ട് നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റും? തീർച്ചയായിട്ടും. മോൾക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ 50% രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ അക്കൗണ്ട് തുടങ്ങാനേ നമുക്ക് എന്തൊക്കെ രേഖകളാണ് വേണ്ടത്? അത് വളരെ സിമ്പിൾ ആണ്. രക്ഷിതാവിന്റെ 2 ഫോട്ടോ, ആധാർ കാർഡിന്റെ കോപ്പി, പാൻ കാർഡിന്റെ കോപ്പി, അതേപോലെ കുട്ടിയുടെ ആധാർ കാർഡിന്റെ കോപ്പി, ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പി. ഇത്രയും രേഖകളാണ് അക്കൗണ്ട് തുടങ്ങാനായിട്ട് വേണ്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇത് അടിപൊളി പരിപാടിയാണ്. മാഡം, ഞങ്ങൾ നാളെ വന്നിട്ട് അക്കൗണ്ട് തുടങ്ങി. ശരി. ഫോംസ് കൗണ്ടറിൽ നിന്ന് മേടിച്ചോളൂ. ശരി. പെൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഒരു മികച്ച സമ്പാദ്യ പദ്ധതിയാണ്. നിങ്ങളുടെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഇന്ന് തന്നെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ഒരു SSA അക്കൗണ്ട് തുറക്കൂ.